ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിൽ ഹാബിറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. FM ഷിൻഡെ എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു സമ്മറിയും അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ സമ്മറി നോക്കാം. The poem delves into the psychological impact of enduring oppression stemming from the caste system. ഈ പോയത്തിനകത്ത് ഒപ്രഷൻ അല്ലെങ്കിൽ അടിച്ചമർത്തലിന് വിധേയമാക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫ്രം ദ കാസ്റ്റ് സിസ്റ്റം, ഈ ഒരു പോയത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നത് ജാതീയതയുടെ ഫലമായിട്ടുണ്ടാവുന്ന അടിച്ചമർത്തലിന് വിധേയനാക്കപ്പെടുന്നത് കൊണ്ട് മാനസികമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. The speaker describes a state of emotional detachment where they no longer feel anger or even sadness. അങ്ങനെ നിരന്തരമായിട്ട് അടിച്ചമർത്തലിന് വിധേയരാക്കപ്പെടുകയും അത് നോർമലായിട്ടുള്ള സംഭവമായിട്ട് മാറുകയും, നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജാതീയത എന്നൊക്കെ പറയുന്നത് നോർമലായിട്ടൊരു കാര്യം എന്നുള്ള രീതിയിലാണ് സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം കാണുന്നത്. അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഈ ഒരു അടിച്ചമർത്തലിന് വിധേയനാക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ദുഃഖമോ പോലും തോന്നാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. The constant weight of injustice has dulled their emotions, symbolized by the metaphor of wet mud slapped over all your bones. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ അനീതിക്ക് വിധേയമാക്കപ്പെടുന്നത് പോലും അവർക്ക് ഇമോഷൻസ് ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതിൻ്റെ ഒരു മെറ്റഫർ ഈ പോയത്തിനകത്ത് പറയുന്നുണ്ട്. അതായത് അവർക്ക് രക്തമല്ല ശരീരത്തിലൂടെ ഒഴുകുന്നത്, അവരുടെ അസ്ഥികളിൽ നിറഞ്ഞിരിക്കുന്നത് ഈ ചളിയാണ്, കുഴഞ്ഞ ചളിയാണ് എന്നാണ് പറയുന്നത്. ആ രീതിയിൽ വൈകാരികതയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഈവൻ ഡ്രീംസ്, a potential space for expressing true feelings, are tainted by a sense of shame. ഇനി സ്വപ്നങ്ങളിൽ പോലും, സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസാണ്. അവിടെ പോലും ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ഇവർക്ക് ഷെയിം അല്ലെങ്കിൽ ലജ്ജയാണ് തോന്നുന്നത്. അതായത് ഈ ദുഃഖിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. ഇവരുടെ ഈ അവസ്ഥയെക്കുറിച്ചിട്ട് ദുഃഖിക്കുമ്പോൾ പോലും അതിലവർക്ക് ലജ്ജ വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. The speaker feels their sadness is somehow wrong, highlighting the internalized oppression they face. അതായത് ഈ ഒരു അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഈ ഒപ്രഷൻ, ഈ അനീതി എന്ന് പറയുന്നത് സമൂഹത്തിനകത്ത് നോർമലൈസ് ചെയ്യപ്പെട്ടത് കാരണം കൊണ്ട് അവർക്ക് ആ കാര്യത്തിൽ വിഷമിക്കാൻ പോലും കഴിയുന്നില്ല. ആ വിഷമത്തിൽ പോലും അവർക്ക് ലജ്ജ തോന്നുന്നൊരു സാഹചര്യമാണുള്ളതെന്ന് ഈ പോയത്തിൽ പറയുന്നു. This constant suppression of emotions becomes a habit, ingrained so deeply that even the possibility of expressing themselves feels alien. അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ അവരുടെ വികാരങ്ങളെ, അവരുടെ ദേഷ്യങ്ങളെ, ദുഃഖങ്ങളെ അടിച്ചമർത്തുന്നത് ഒരു ഹാബിറ്റായിട്ട് മാറുന്നു. അതുമൂലം അവർക്ക് അവരുടെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാൻ, ഒരു സെൽഫ് എക്സ്പ്രഷൻ പോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അവർ എത്തുന്നു എന്ന് പറയുന്നു. The final line, habit is in use to breaking out in feelings, underscores this point. അതായത് ഈ ഒരു ഹാബിറ്റ് അവരുടെ ഫീലിങ്സ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന വരിയിലൂടെ ഈ ഒരു പോയിന്റ് നമുക്ക് കാണാവുന്നതാണ്. The speaker has adapted to their circumstances, but at a heavy price. Their ability to feel deeply has been sacrificed for survival. അപ്പോൾ ഈ അനീതി നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തോട് അവർ പൊരുത്തപ്പെടുകയാണ്. അവർക്ക് ഈ പൊരുത്തപ്പെടലിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത് അവരുടെ വൈകാരികതയാണ്, അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവാണ് ഈ ഒരു അനീതിയോട് പൊരുത്തപ്പെടുന്നതിലൂടെ അവർക്ക് സംഭവിക്കുന്നത് എന്നാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. അപ്പോൾ പോയത്തിൻ്റെ പൊതുവായിട്ടുള്ള തീം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ അടിച്ചമർത്തൽ നോർമലൈസ് ചെയ്യപ്പെടുന്നത്, സമൂഹത്തിൽ സ്വാഭാവികമായിട്ടൊരു കാര്യം എന്ന രീതിയിൽ വരുന്നതെന്നും അതുമൂലം ഇവരുടെ വൈകാരികത എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ള ഒരു തീമാണ് നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും 2 പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്ന്, ഡീസെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ ഈ വൈകാരികത ഇല്ലാതാവുന്ന ഒരു സാഹചര്യം. The constant exposure to suffering has dulled the speaker's senses. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരം ഈ ഒരു സഫറിങ്ങിന്, ദുരിതത്തിന് വിധേയമാക്കപ്പെടുന്നതിലൂടെ അവരുടെ ഈ ഒരു വൈകാരികത ഇല്ലാതായി പോകുന്നു. They no longer feel outrage or even sadness because their spirit has been worn down. അവർക്കിപ്പോൾ അവരുടെ ഈ ഒരു അവസ്ഥയെ ഓർത്തിട്ട് ഔട്ട്റേജ്, ദേഷ്യമോ അല്ലെങ്കിൽ ദുഃഖമോ പോലും തോന്നുന്നില്ല. അത്രമാത്രം അത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിട്ട് മാറുന്നതാണ് ഒരു പോയിന്റ് പറയുന്നത്. അടുത്തത്,
ഇൻറ്റേർണലൈസ്ഡ് ഒപ്രഷൻ, അതായത് അവരുടെ മനസ്സിനകത്ത് തന്നെ ആ ഒരു അടിച്ചമർത്തൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദി ഇമേജ് ഓഫ് വെറ്റ് മഡ് ബീയിങ് സ്ലാപ്ഡ് ഓൺ ദ ബോൺസ് സജസ്റ്റ് എ സെൻസ് ഓഫ് റിസൈനേഷൻ. അതിൻ്റെ ഒരു മെറ്റഫറാണ് അവരുടെ അസ്ഥികൾക്കകത്ത് ഈ ചളി ആണ് വന്നിരിക്കുന്നത്, രക്തമല്ല എന്ന് പറയുന്നത്. അതായത് അത്രമേൽ അവരുടെ ഉള്ളിലേക്ക് ഈ ഒരു അടിച്ചമർത്തൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദ സ്പീക്കർ ഈസ് ട്രാപ്ഡ് ഇൻ ദെയർ സർക്യൂംസ്റ്റാൻസസ് അൺഏബിൾ ടു ബ്രേക്ക് ഫ്രീ. അപ്പോൾ ഇത്തരം അനീതി നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ, സാഹചര്യങ്ങളിൽ അവർ ട്രാപ്ഡ് ആണ്. അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഹാബിറ്റിലൂടെ അവർക്ക് അവരുടെ വൈകാരികത നഷ്ടമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയത്തിൽ പൊതുവിൽ ഒരു തീം നമുക്ക് കാണുന്നത് ഈ ഒരു ഒപ്രഷൻ, ഈ ഒരു ഇൻജസ്റ്റിസ്, അടിച്ചമർത്തൽ, അനീതി എന്നതൊക്കെ ഇത്തരം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാനസികമായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പോയത്തിനകത്ത് കാണുന്നത്. ഇത്രയാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്